നെ സംബന്ധിച്ച് ദേശീയ രാഷ്ട്രീയത്തിലായാലും കേരളത്തിലായാലും അതിൻ്റെ ഭരണകാലത്ത് മതനിരപേക്ഷതയുടെ ഒരു പൂർണ്ണത ഒരു കാലത്തും അതിൻ്റെ അങ്ങനത്തെ ഒരു അജണ്ട ആയിരുന്നില്ല. അതൊരു ഭയങ്കര ലൂസായിരുന്നു, നമുക്ക് കാണാൻ പറ്റില്ല. പലതരത്തിലുള്ള പുഴുക്കുത്തുകൾ അതിനകത്തുണ്ടായിരുന്നു. പക്ഷേ 10 വർഷത്തെ പിണറായി വിജയൻ ഭരണകാലത്തിന് ശേഷം വരുന്ന ഒരു ഭരണകൂടത്തോട് ജനം മതനിരപേക്ഷ ജനാധിപത്യത്തിൻ്റെ കാര്യത്തിൽ, പ്രത്യേകിച്ച് ഒരു മോദി റെജിമിൻ്റെ കാലമാണ്, നിങ്ങൾ കേരളത്തിൽ നിൽക്കുന്ന ഒരു സർക്കാരിനോട് പെർഫെക്ഷൻ ആവശ്യപ്പെടുകയാണ്. നിങ്ങൾ പെർഫെക്റ്റ് ആയിരിക്കണം നിങ്ങളുടെ പോലീസ് ഭരണത്തിൽ, നിങ്ങളുടെ നയത്തിലെല്ലാം. കോൺഗ്രസ് കുറച്ച് ബുദ്ധിമുട്ടുമോ? തീർച്ചയായും ഇതിന് മുമ്പ് ഇത്തരത്തിലൊരു ചർച്ച ഉണ്ടായിട്ടുണ്ടായിരുന്നു. എന്താണ് കോൺഗ്രസിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ ഈ പുതിയ സർക്കാരിനെ കുറിച്ചുള്ള പ്രതീക്ഷകൾ, അതിൻ്റെ ഭാരം എന്തായിരിക്കും എന്നതിനെക്കുറിച്ചുള്ള ചർച്ചയിൽ നമ്മളത് സൂചിപ്പിച്ചതാണ്. ഇത് തീർച്ചയായും ജനങ്ങൾ വളരെ ഉറ്റുനോക്കുന്നുണ്ട്. ജനങ്ങൾ ഈ സർക്കാർ എങ്ങോട്ടാണ് നീങ്ങുന്നതെന്ന് ഓരോ ഇഞ്ചിലും പരിശോധിക്കും. അതിനെ ആ അർത്ഥത്തിൽ തന്നെ വിലയിരുത്തും. അതിനനുസരിച്ചുള്ള വിമർശനങ്ങൾ അപ്പോൾ ഉയർത്തും. അതിൻ്റെ കോൺഗ്രസിനകത്തു നിന്നും പുറത്തു നിന്നുള്ള ആളുകൾക്ക് പ്രതികരിക്കേണ്ടി വരും. തീർച്ചയായും കോൺഗ്രസ്സിന് അതിൻ്റേതായ ഒരു സാംസ്കാരിക സ്വഭാവമുണ്ട്. അത് കാലങ്ങളായി നിൽക്കുന്ന ഒരു സാമൂഹിക മണ്ഡലമുണ്ട്. ആ മണ്ഡലത്തിൽ നിന്ന് അതിന് അധിക ദൂരമൊന്നും വ്യതിചലിക്കാൻ കഴിയില്ല. പക്ഷേ കേരളം എത്തിച്ചേർന്നിട്ടുള്ള ഒരു സാമൂഹിക സാഹചര്യം പുതുതായി, അത് ഈ തെരഞ്ഞെടുപ്പോടെയോ അതിൻ്റെ വോട്ടെണ്ണലിന് ശേഷം ഉണ്ടായി രൂപപ്പെട്ട ഒന്നല്ല. അങ്ങനെ ഒരു കേരളം രൂപപ്പെട്ടു വരുന്നതിൻ്റെ ഫലമായി ഉണ്ടായ ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് നമ്മൾ ഇവിടെ എന്നാണ് നമ്മൾ വിലയിരുത്തുന്നത്. തീർച്ചയായും 10 വർഷത്തെ പിണറായി സർക്കാർ നടത്തിയ അതിൽ വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ വിമർശനങ്ങൾ, ലീഗ് വിമർശനങ്ങൾ എന്നാണ് ഗോപൻ സാർ പറയുന്നത്. പക്ഷേ അത് മൊത്തത്തിൽ ഇപ്പോൾ നമുക്കറിയാം, ഈ ശ്രീനാരായണ മാനവധർമ്മം പോലെയുള്ള സംഘടനകൾ, അതിൻ്റെ നേതൃത്വത്തിലുള്ള അതിനോട് ചേർന്ന് നിൽക്കുന്ന സുദേശം രഘു പോലെ, ബാബുരാജ് ഭഗവതിയെ പോലുള്ള ആളുകൾ അത് ഡോക്യുമെൻ്റ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ, ഈ തെരഞ്ഞെടുപ്പിൽ ഈ സർക്കാർ വരുന്നതിന് മുമ്പുള്ള ഒരു വർഷത്തിനുള്ളിൽ 60-ലധികം വിദ്വേഷ പ്രചരണങ്ങൾ നടത്തിയതായി ഡോക്യുമെൻ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് നമ്മുടെ മുമ്പിലുള്ളൊരു രേഖയാണ്. ഒരുപക്ഷെ താങ്കളുടെ കയ്യിൽ ആ രേഖ ഉണ്ടാവും. അപ്പോൾ അതിൽ പറയുന്നതിൽ 10% മാത്രമേ ഉള്ളൂ ലീഗിനെതിരായിട്ടുള്ള വിമർശനങ്ങൾ. ബാക്കിയെല്ലാം സാമുദായികമായ വിമർശനങ്ങളാണ്, വിദ്വേഷങ്ങളാണ്. അതിനെതിരെയാണ് കേരളം വിധി എഴുതിയത്. അങ്ങനെ ഒരു സമൂഹം, ഒരു കേരളീയ സമൂഹം രൂപപ്പെട്ടിട്ടുണ്ട്. അത് തലമുറകൾക്ക് ഏതെങ്കിലും ഒരു പ്രത്യേക തലമുറയിൽ അല്ലെങ്കിൽ പുതിയ ന്യൂജൻ ആളുകൾ മാത്രമോ അല്ലെങ്കിൽ മതനിരപേക്ഷവാദികൾ മാത്രം, അങ്ങനെയല്ല. എല്ലാ മതത്തിലും പെട്ട എല്ലാ മതവിശ്വാസികളുമായ ആളുകൾ ഒന്നു ചേർന്ന് രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കേരളം. വിദ്വേഷത്തിനെതിരായ ഒരു പരിചയം കേരളം മാറി നിൽക്കുമ്പോൾ അതിൻ്റെതായ കോൺഗ്രസ് എത്ര കഴിയുന്നുള്ള ക്വസ്റ്റൻ അവിടെ ഉണ്ടെന്നാണ്. പക്ഷേ